ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ആയുധം കൊണ്ടോ ആക്രമണം കൊണ്ടോ വരുതിയിലാക്കാൻ കഴിയാത്ത രാജ്യങ്ങളെ ചൊൽപ്പടിക്ക് കൊണ്ടുവരുവാൻ അമേരിക്ക ഉപയോഗിക്കുന്ന അവസാനത്തെ അടവാണ് ഉപരോധം. ലോകബാങ്കിൽ നിന്നും വായ്പ തടഞ്ഞു വെക്കുക, നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുക, അമേരിക്കയിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കുമുള്ള ഇറക്കുമതി തടയുക, അങ്ങനെ പല മേഖലകളെ തരംതിരിച്ചുള്ള ഉപരോധമാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് സാധാരണ അമേരിക്ക ഒരു രാജ്യത്തിന്റെ മേൽ പ്രയോഗിക്കാറുള്ളത്. എന്നാൽ ഇവയെല്ലാം കൂടി പൂർണ്ണമായും നടപ്പാക്കിയ രാജ്യമാണ് ഇറാൻ. 1990 മുതൽ ഇറാന് മേൽ അമേരിക്ക പൂർണ്ണമായ ഉപരോധം ഏർപ്പെടുത്തുക മാത്രമല്ല, ഇറാനുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾക്ക് കൂടി ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകൂടി ചെയ്യുമ്പോൾ എല്ലാ രാജ്യങ്ങളും ഇറാനുമായി സകല നയതന്ത്ര ബന്ധങ്ങളും കച്ചവട ബന്ധങ്ങളും കാലങ്ങളായി ഉപേക്ഷിച്ചിരിക്കുകയാണ്. എന്നാൽ ഇറാനെ സംബന്ധിച്ച ഈ ഉപരോധങ്ങളിൽ വലഞ്ഞ അമേരിക്കയുടെ കാല് പിടിക്കുന്നതിന് പകരം അവർ ബദൽ മാർഗങ്ങൾ സ്വീകരിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. റഷ്യ, ചൈന, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുമായി രഹസ്യ ഇടപാടുകൾ നടത്തുകയും ചൈനയ്ക്കും ഇന്ത്യക്കും പെട്രോൾ വില കുറച്ച് വിറ്റ് അവർ പണം സമ്പാദിച്ച് രാജ്യം സമൃദ്ധമാക്കുകയും ആയുധങ്ങൾ സ്വയം വികസിപ്പിക്കാൻ മാത്രമല്ല റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും വൻതോതിൽ ആയുധങ്ങൾ വാരിക്കൂട്ടി ശക്തമായ ഒരു പ്രതിരോധ സംവിധാനം കെട്ടിപ്പടുക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവരുടെ ഈ രഹസ്യ വ്യാപാര ഇടപാടുകളും ശേഖരിച്ചിട്ടുള്ള ആയുധങ്ങളുടെ കണക്കോ അവയുടെ ശക്തിയോ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് ഇസ്രായേലും അമേരിക്കയും ഇറാനോട് യുദ്ധം ചെയ്യാൻ തയ്യാറായതും അവസാനം അവർക്ക് പിന്തിരിഞ്ഞോടേണ്ടി വന്നതും. യുദ്ധം അവസാനിച്ചെങ്കിലും പരാജയത്തിന്റെ ജാള്യത യുദ്ധത്തിന് നേതൃത്വം നൽകിയ ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും മുഖത്തുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ സന്നാഹങ്ങളുമായി വന്ന് ഇറാനെ ആക്രമിക്കുമെന്ന് സ്ഥിരമായി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇറാൻ ഇപ്പോൾ അതല്ല പ്രശ്നം. അവരുടെ യാത്രാ വിമാനങ്ങൾക്ക് കാലപ്പഴക്കം സംഭവിച്ചിരിക്കുന്നു. ഉപരോധം കാരണം ബോയിങ് കമ്പനിയിൽ നിന്നും പുതിയ വിമാനങ്ങൾ വാങ്ങാൻ അവർക്ക് യാതൊരു മാർഗവുമില്ല. എന്നാൽ സാധാരണ ചെയ്യാറുള്ളത് പോലെ അതിനും പുതിയൊരു മാർഗം തേടിയിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ. 777-200 വിഭാഗത്തിൽപ്പെട്ട 5 ബോയിങ് വിമാനങ്ങൾ കംബോഡിയയിൽ നിന്നും അതീവ രഹസ്യമായി കടത്തിക്കൊണ്ട് ഇറാൻ വന്നതായിട്ടാണ് പുതിയ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കംബോഡിയയിൽ നിന്നും പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ വഴി ഇറാനിൽ എത്തിക്കുന്ന സമയത്ത് ഈ വിമാനത്തിന്റെ ട്രാൻസ്പോണ്ടറുകൾ ഓഫാക്കിയാണ് പറന്നിരുന്നത് എന്നാണ് റിപ്പോർട്ടുകളുള്ളത്. ഈ രാജ്യങ്ങളുടെ മുകളിലൂടെ പറക്കുമ്പോൾ അവരുടെ റഡാറുകളിൽ ഈ വിമാനങ്ങൾ പെടാതിരിക്കാനും അനുമതിയില്ലാതെ രാജ്യത്ത് പ്രവേശിച്ചതിന് ആക്രമണം ഉണ്ടാവാതിരിക്കാനുമാണ് ട്രാൻസ്പോണ്ടറുകൾ ഓഫാക്കിയത്. 5 യാത്രാ വിമാനം ഒരേ സമയം റഡാറുകളിൽ പെടാതെ കടത്തിക്കൊണ്ടുവരുന്ന ലോകത്തെ ആദ്യത്തെ സംഭവമാണിത്. തന്നെയുമല്ല, വളരെ അപകടം പിടിച്ച സാഹസികമായ ഒരു യാത്രയായിരുന്നു ഇത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഹോളിവുഡ് സിനിമകൾക്ക് കഥയാക്കാവുന്ന തരത്തിൽ വളരെ നിഗൂഢവും തന്ത്രപരവുമായ രീതിയിൽ ബോയിങ് വിമാന കമ്പനി പോലും അറിയാതെയാണ് അവരുടെ വിമാനങ്ങൾ ഇറാൻ കരസ്ഥമാക്കിയിട്ടുള്ളത്. 2014-നും 2019-നും ഇടയിൽ സിംഗപ്പൂർ എയർലൈൻസ് സർവീസ് നടത്തിയിരുന്ന ബോയിങ് വിമാനങ്ങളായിരുന്നു ഇവയെല്ലാം തന്നെ. പിന്നീട് ഈ വിമാനങ്ങൾ തായ്ലൻഡിന്റെ എയർലൈനായിരുന്ന നോക്സ്ക്യൂട്ടിന് സിംഗപ്പൂർ എയർലൈൻസ് വിൽക്കുകയാണ് ഉണ്ടായത്. എന്നാൽ കോവിഡിന് ശേഷം 2019-ൽ സാമ്പത്തിക പ്രതിസന്ധി കാരണം സർവീസുകൾ പൂർണ്ണമായി നിർത്തലാക്കിയ നോക്സ്ക്യൂട്ട് ഈ വിമാനങ്ങൾ വിൽക്കാൻ ആരംഭിച്ചപ്പോഴാണ് ഇറാന്റെ ഇടപെടലുണ്ടായത്. സർവീസുകൾ നിർത്തിയത് കാരണം ഈ വിമാനങ്ങൾ കംബോഡിയയിലെ സിയം റീപ്പ് അങ്കോർ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് സൂക്ഷിച്ചിരുന്നത്. ഇറാന്റെ നിർദ്ദേശപ്രകാരമാണ് ഇവരിങ്ങനെ ചെയ്തത്. ഇറാന്റെ മഹാൻ എയർലൈൻസ് അതീവ രഹസ്യമായി നോക്സ്ക്യൂട്ട് എയർലൈൻസിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ചെറിയ ദ്വീപായ മഡഗാസ്കറിന്റെയും മറ്റ് പല ചെറിയ ചെറിയ രാജ്യങ്ങളിലെയും ഷെൽ കമ്പനികളുടെ വ്യാജ രജിസ്ട്രേഷനുകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ വിമാനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. US നിർമ്മിത വിമാനത്തിന്റെ ഭാഗങ്ങൾ വാങ്ങുക എന്നത് ഇറാനെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക് ആയതുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്തത്. വളഞ്ഞ വഴിയാണ് ഇതിനുവേണ്ടി അവർ സ്വീകരിച്ചത്. എന്നാൽ വിമാനം തങ്ങളുടെ രാജ്യത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തെന്നറിഞ്ഞ മഡഗാസ്കറിന്റെ സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഇതിനെതിരെ ക്രിമിനൽ പരാതിയും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ മാസം 4-നും 15-നും ഇടയിലാണ് വിമാനങ്ങൾ ഇറാന്റെ എയർപോർട്ടുകളിൽ എത്തിയിട്ടുള്ളത്. വിമാനങ്ങൾ സ്വന്തമാക്കിയെങ്കിലും ഇറാനെ സംബന്ധിച്ച ഉപരോധങ്ങൾ നേരിടുന്നത് കൊണ്ട് വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികളും സ്പെയർ പാർട്സുകൾ സംഘടിപ്പിക്കുന്നതും വളരെ വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ബോയിങ്, എയർബസ് പോലുള്ള വിമാന നിർമ്മാതാക്കൾ ഉപരോധങ്ങൾ കാരണം ഇറാന് നേരിട്ടുള്ള സേവനങ്ങളോ വിമാനത്തിന്റെ സ്പെയർ പാർട്സുകളോ വിൽക്കാൻ തയ്യാറാവാത്തതും കാരണം ഇനി ഇവരെന്ത് ചെയ്യും എന്ന് നമുക്ക് സ്വാഭാവികമായും ചിന്തിക്കാവുന്നതാണ്. എന്നാൽ അതിനും ഇറാന്റെ മുന്നിൽ വഴികളുണ്ട് എന്ന് വേണം പറയാൻ. ഇറാനിയൻ എയർലൈൻസുകൾക്ക്, പ്രത്യേകിച്ച് ഈ മഹാൻ എയർലൈൻസിന് സ്വന്തമായി വലിയൊരു മെയിൻ്റനൻസ്, റിപ്പയർ, ഓവർഹോൾ വിഭാഗങ്ങളുണ്ട്. അവർക്ക് വലിയ ഹാങ്കറുകളും പരിചയസമ്പന്നരായ എഞ്ചിനീയർമാരും
സാങ്കേതിക വിദഗ്ധരുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന റോൾസ് റോയ്സ് ട്രെൻഡ് 77 ടർബോഫാൻ എഞ്ചിനുകൾക്ക് തുല്യമായ എഞ്ചിനുകൾ മഹാൻ എയർവേസിന്റെ വിമാനങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഈ വിമാനങ്ങൾക്ക് ആവശ്യമായ മതിയായ എഞ്ചിനീയറിംഗ് സംവിധാനം ഈ മഹാൻ എയർബേസിലുമുണ്ട്. വിമാനങ്ങളുടെ പ്രധാന ഭാഗങ്ങൾ പോലും അവർക്ക് വളരെ വിദഗ്ധമായി റിപ്പയർ ചെയ്യാൻ കഴിയും. എന്നാൽ ഇങ്ങനെ റിപ്പയർ ചെയ്യാൻ കഴിയാത്ത ചില ഭാഗങ്ങൾ റിവേഴ്സ് എഞ്ചിനീയറിംഗ് വഴി മനസ്സിലാക്കി പ്രാദേശികമായി നിർമ്മിക്കാൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ അറിയണം. ചൈനക്കാർ ഡ്യൂപ്ലിക്കേറ്റ് ഫോണും ഈ TV ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് സിസ്റ്റമാണിത്. പൂർണ്ണമായും ഇതിന്റെ ഒരു സാധനം അഴിച്ചു വെച്ചുകൊണ്ട് അതേ രീതിയിൽ അത് കോപ്പി ചെയ്യുക എന്നൊരു തന്ത്രമാണ് ഈ റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതുകൂടാതെ ഇടനിലക്കാർ വഴി ഇന്റർനാഷണൽ കരിഞ്ചന്തയിൽ നിന്നും അതല്ലെങ്കിൽ ഇടനില കമ്പനികൾ വഴിയോ ഇറാന് വിമാനത്തിന്റെ സ്പെയർ പാർട്സുകൾ സ്വന്തമാക്കാൻ കഴിയും. ഈ ഇടനിലക്കാർ എന്ന് പറയുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരിക്കും. ഉപരോധങ്ങൾ നിലവിലില്ലാത്ത രാജ്യങ്ങളിൽ നിന്നോ അതല്ലെങ്കിൽ നിയമം ദുർബലമായ ഏതെങ്കിലും രാജ്യങ്ങളിൽ നിന്നോ ആയിരിക്കും ഇത്തരം ഇടനിലക്കാർ പ്രവർത്തിക്കുക. ഉപയോഗിച്ച ഭാഗങ്ങളെ അവർ അവിടുത്തെ ഔദ്യോഗിക രേഖകളിൽ മാറ്റി എഴുതിയും മറ്റും ഉപരോധങ്ങൾ മറികടന്നിട്ടാണ് ഇത്തരം സ്പെയർ പാർട്സുകൾ അവർ സ്വന്തമാക്കുന്നത്. അതുകൂടാതെ ഇറാൻ ഉപയോഗശൂന്യമായ മറ്റ് വിമാനങ്ങളിൽ നിന്നും നല്ല ഭാഗങ്ങൾ എടുത്തിട്ട് അവരുടെ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ അവർ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കാരണം അവർക്ക് ഒരു വിമാനം മേടിക്കാൻ ഒരു രക്ഷയില്ലെന്നുള്ള രസം. കാശ് കൊടുത്താൽ പോലും അവർക്ക് സാധനം കിട്ടാൻ മാർഗമില്ല. അതുകൊണ്ട് കരിഞ്ചന്തയിൽ നിന്നും ഒക്കെ അവർ വളരെ വില കൊടുത്ത് സാധനം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കാരണം കൊണ്ട് തന്നെ ഇറാന്റെ വിമാന എഞ്ചിനീയറിംഗ് വിഭാഗം വളരെ ആക്റ്റീവായ രംഗത്തുണ്ട്. ഈ റഷ്യ പോലും പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങൾ നേരിടുന്നതുകൊണ്ട് അവരുടെ എയർലൈൻസുകളെ റിപ്പയർ ചെയ്യാൻ വേണ്ടി ഇറാനിലേക്ക് അയക്കുന്നു എന്ന് പറയുമ്പോൾ ഇറാന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം എത്ര വലുതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സത്യം പറഞ്ഞാൽ അമേരിക്കൻ ഉപരോധങ്ങൾ ഇറാന്റെ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ കൂടുതൽ കാര്യക്ഷമമായി വളർത്തുകയാണ് എന്ന് വേണം പറയാൻ. ഇവരുടെ എഞ്ചിനീയറിംഗ് വിഭാഗം ഇങ്ങനെ വളർന്ന് വലുതായി കഴിഞ്ഞാൽ കാലക്രമേണ ബോയിങ് വിമാനത്തിന് പോലും വെല്ലുവിളിയാവുന്ന തരത്തിൽ ഇറാൻ ജംബോ ജെറ്റുകൾ സ്വയം നിർമ്മിച്ച് വിറ്റാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടി വരില്ല. മിസൈൽ സാങ്കേതിക വിദ്യയും റഡാർ സംവിധാനവും ഒക്കെ സ്വന്തമായി ഉണ്ടാക്കാൻ ഇറാന് കഴിയുമെങ്കിൽ യാത്രാ വിമാനങ്ങളോ യുദ്ധവിമാനങ്ങളോ അവർക്ക് സ്വന്തമായി ഉണ്ടാക്കാൻ നിഷ്പ്രയാസം കഴിയും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇറാൻ വിമാനങ്ങൾ നിർമ്മിക്കാത്തത് എന്ന ചോദ്യത്തിന് ഈ വിമാനങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി വരുന്ന റോ മെറ്റീരിയൽസ് പല രാജ്യങ്ങളിൽ നിന്നും അവർക്ക് ഇറക്കുമതി ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ്. കാലക്രമേണ ഇറാന്റെ ഉപരോധങ്ങൾ പിൻവലിക്കുകയും ഇന്റർനാഷണൽ ബിസിനസ് ബന്ധങ്ങൾ വളരുകയും ചെയ്യുന്നതിലൂടെ ഇറാൻ വിമാനങ്ങളും ആകാശവഴികളിൽ പറന്ന് നടക്കും എന്ന് നമുക്ക് ആശ്വസിക്കാവുന്നതാണ്. ഇതോടൊപ്പം മറ്റൊരു വാർത്തയും കൂടി നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. ഗാസയിൽ ഏതാണ്ട് 20 ലക്ഷത്തിലധികം ആളുകൾ കൊടും പട്ടിണിയിലാണെന്ന് പല വാർത്തകളിലൂടെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. വിശപ്പ് സഹിക്കാൻ കഴിയാതെ മണ്ണ് വാരി തിന്നുന്ന ഗാസയിലെ ഒരു കൊച്ചു കുട്ടിയുടെ ചിത്രങ്ങൾ ട്രംപിന്റെ പേഴ്സണൽ സെക്രട്ടറിക്ക് ടുണീഷ്യയുടെ പ്രസിഡന്റ് കാണിച്ചു കൊടുക്കുക വരെ ഉണ്ടായി. എന്നിട്ടും ഇവന്മാരുടെ ഒന്നും മനസ്സ് അലിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ഗാസയിൽ അതിഭയാനകമായ രീതിയിൽ പട്ടിണി മരണങ്ങൾ വർദ്ധിക്കുന്നതിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ ലോകരാജ്യങ്ങളുടെ പ്രതിഷേധങ്ങൾ അതിഭയാനകമായി തുടരുന്നതിനെ തണുപ്പിക്കാൻ വേണ്ടി ഇന്നലെ മുതൽ ഇസ്രായേൽ ദിവസവും 10 മണിക്കൂർ വീതം ഭക്ഷണ ട്രക്കുകൾ ഗാസയിലേക്ക് കടത്തിവിടാൻ അനുവദിച്ചിട്ടുണ്ട്. ഇന്നലെ ഈ വാർത്തയെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ നെതന്യാഹു സർക്കാരിലെ നാഷണൽ സെക്യൂരിറ്റി മന്ത്രിയും ഏറ്റവും ക്രൂരനുമായ ഇറ്റാമിൻ ബെൻഗുർ ഗാസയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ അതിശക്തമായി എതിർക്കുന്ന ഒരു ഭീകരനാണ്. ഒരു കാരണവശാലും ഗസക്കാർക്ക് ഭക്ഷണം നമ്മൾ കൊടുക്കേണ്ടതില്ല, അവർ പട്ടിണി കിടന്ന് മരിക്കേണ്ടവരാണ് എന്നൊക്കെയാണ് ഇവൻ പറയുന്നത്. ഈ ഭക്ഷണ വിതരണത്തിന് ഇങ്ങനെ അനുവദിച്ചതിനെ അതിരൂക്ഷമായി ഇവൻ വിമർശിക്കുന്നതിന്റെ വീഡിയോകൾ ഉണ്ടായിട്ടുണ്ട്. ראש ממשלתנו מעביר סיוע הומניטרי לעזה. אני חושב שבשלב הזה מה שהיה צריך להעביר לעזה זה דבר אחד: פצצות, לפוצץ, לכבוש, לעודד הגירה ולנצח את המלחמה. എന്നാൽ 20 ലക്ഷത്തിലധികം ജനങ്ങൾ പാർക്കുന്ന ഈ ഗസയ്ക്ക് ആവശ്യമുള്ളതിന്റെ 5% പോലും ഭക്ഷണം അവിടെ എത്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. എന്നാൽ ഇങ്ങനെ കടന്നു വരാൻ അനുവദിച്ചിരിക്കുന്ന കുറച്ച് ട്രക്കുകളെ പോലും ചെക്ക് പോസ്റ്റുകളിൽ തടയുന്ന ഭീകരന്മാരായ ജൂത സംഘങ്ങളുണ്ട് എന്ന് നമ്മൾ അറിയണം. ഗാസയിലെ ജനങ്ങൾ ദിവസങ്ങളോളം പട്ടിണി കിടക്കുമ്പോൾ ചെക്ക് പോസ്റ്റുകളിലെത്തിയ
1000-ലധികം വാഹനങ്ങളിലെ സാധനങ്ങൾ പിടിച്ചെടുത്ത് കുഴിച്ചു മൂടിയതായി റിപ്പോർട്ടുകൾ വരെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിനൊപ്പം തന്നെ വേസ്റ്റ് ബിന്നുകൾ തട്ടിയ കുറെ ഭക്ഷണം ഒരു കാരണവശാലും ഗസക്കാരുടെ കൈകളിൽ എത്താതിരിക്കാൻ വേണ്ടി പിശാചുക്കളായ ജൂത സന്തതികൾ, അതായത് ഈ കൊച്ചു കുട്ടികൾ, അത് ചവിട്ടി മെതിച്ച് ഉപയോഗശൂന്യമാക്കുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും അതിക്രൂരന്മാരായ ഈ ഭീകരന്മാർ ഇതൊന്നും അനുഭവിക്കാതെ ഈ ലോകത്തുനിന്ന് പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.